വില്ലേജ് ഓഫീസർ സതീന്ദ്രനാ. സതീന്ദ്ര, നിന്റെ 2 മക്കളെ എൻ്റെ അടുത്ത് നിന്ന് ട്യൂഷൻ വിടണം. നിന്നെ ഞാനല്ലേ പഠിപ്പിച്ചത്. നീ കൂടുതൽ ഇങ്ങോട്ട് പറയുന്നു വേണ്ട, നീ എൻ്റെ അടുത്ത് ട്യൂഷൻ വിടണം. ആ ശരി, നീ വെയ്യടേ, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, വെയ്. നീ എന്തിവിടെ വന്നിരിക്കണത്? ഞാൻ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ പോയിരുന്നല്ലേ. റിട്ടയർ ആയതിന് ശേഷം ഞാൻ വീട്ടിൽ ട്യൂഷൻ പഠിപ്പിക്കാനായിരുന്നു. നീ അറിഞ്ഞ നിൻ്റെ 2 മക്കളെ എൻ്റെ അടുത്ത് ട്യൂഷൻ വിടണം, അത് പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ നിനക്ക് എന്തിനടാ ഭയങ്കര ഒരു ടെൻഷൻ? നീ ഇവിടെ വന്നിരിക്കണത് എന്തിന്? ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടെ വന്നിരിക്കണത്. പക്ഷേ നീ പറയാൻ വരട്ടെ, ഞാൻ അങ്ങോട്ട് പറയണത് കേട്ടാൽ മതി. പക്ഷേ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും കാണും. ജീവിതം ഒരു സമരമാണ്. ഞാനൊക്കെ അങ്ങനെ കടന്നു വന്നതാണ്, നിനക്കറിഞ്ഞൂടെ? നമ്മൾ മുന്നിൽ നിന്ന് പൊരുതണം, അതാണ് ജീവിതം. അല്ല മാഷേ, നീ പറയാൻ പോണതൊക്കെ എനിക്കറിയാം. പറഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ പറയണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ല മാഷേ, ഞാൻ ഒന്നും പറയട്ടെ. മാഷേ എടാ, നീ എന്നെക്കുറിച്ച് എന്താണ് കരുതിയത്? ഒരു വിദ്യാർത്ഥിയുടെ മനസ്സറിയുന്നവനാകണം അധ്യാപകൻ. അതായത് അവൻ്റെ ഹൃദയമിടിപ്പ് വരെ അധ്യാപകൻ മനസ്സിലാക്കും. നിൻ്റെ ഹൃദയമിടിപ്പ് വരെ എനിക്കറിയാം. അല്ല മാഷേ, ഞാൻ ഒന്ന് പറയട്ടെ. എടാ, ഞാൻ വളരെ സ്ട്രിക്റ്റാണ്. നീ ആത്മഹത്യക്ക് വേണ്ടിയിട്ടിലൂടെ വന്നിരിക്കണത്. നീ ആത്മഹത്യ ചെയ്യോ? ഇല്ല എന്ന് 500 തവണ എംബോസിഷൻ എഴുതി ഇന്ന് വൈകുന്നേരം 5:45 മുമ്പ്, കേട്ടല്ലേ, എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. എന്നിട്ടേ നീ വീട്ടിൽ കയറാവൂ. ശരി മാഷേ, എന്നെ ഒന്ന് പറയാൻ സമ്മതിക്ക്. നീ ഒന്നും പറയണ്ട, ഞാൻ അഴിച്ചുവിടാം. പക്ഷേ ഇന്ന് വൈകിട്ട് 5:45 ഈ റീല് റിലീസാകുന്നതിന് മുമ്പ് 1000 തവണ എന്നെ ഇമ്പോസ് ചെയ്ത് കാണിക്കണം. എന്താണെന്നറിയാമോ? ഇനി ആരെ സംസാരിക്കാൻ അനുവദിക്കാതെ വാവത്തി പിടിക്കൂലെന്ന് എഴുതി എൻ്റെ വീട്ടിൽ കൊണ്ട് വരണം. എന്നിട്ട് തൻ്റെ വീട്ടിൽ കയറാവൂ, മനസ്സിലായോ? പിന്നെ തന്നെ അഴിച്ചുവിടണം എന്തിനാണെന്നറിയാമോ? ഞാൻ ചാവാൻ വന്നത് തന്നെ, പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ലോക സൈക്കോ ആയ താൻ എൻ്റെ പ്രശ്നം ഒന്ന് കേൾക്കാൻ പോലും സമ്മതിക്കാതെ എന്നെ ടോർച്ചർ ചെയ്തപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. തന്നെ പോലത്തെ ദുരന്തന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പം പിന്നെ ഞാൻ എന്തിനെടുപ്പാൻ ചാവണത്? ഹലോ, സതീന്ദ്ര, നീ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. നിൻ്റെ മക്കളെ വൈകുന്നേരം 5:45 വീട്ടിൽ ട്യൂഷന് വിട്ടോളണം, കേട്ടാ. എടാ, എൻ്റെ വീട്ടിൽ ട്യൂഷൻ വിടാൻ, അണ്ടർസ്റ്റാൻഡ്? ഫോളോ ചെയ്യാൻ മറക്കല്ലേ.